ധർമ്മസ്ഥലയിൽ നിരവധി മൃതദേഹങ്ങൾ മറവ് ചെയ്തുവന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്നും പരിശോധനകൾ തുടരുകയാണ്. നേത്രാവതി സ്നാനഘട്ടത്തിൽ കുഴിയെടുത്തുള്ള പരിശോധനയാണ് നടക്കുന്നത്. നിരവധി ഇടങ്ങൾ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് വെളിപ്പെടുത്തൽ വന്ന പശ്ചാത്തലത്തിൽ നേരത്തെ മാർക്ക് ചെയ്തിരുന്നു. അവിടെ ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കുഴിയെടുത്ത് മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടെയുള്ള തിരച്ചിൽ അവിടെ നടക്കുന്നത്. സാരംഗ് സുരേഷാണ് തത്സമയം ചേരുന്നത്. സാരംഗ്, ഇന്നലെയും ഇന്നുമായി ഈ പരിശോധനകൾ തുടരുകയാണ്. ഇന്ന് എത്ര പോയിന്റുകൾ മാർക്ക് ചെയ്താണ് ഇപ്പോൾ മണ്ണ് നീക്കി മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? എത്രത്തോളം വിപുലമായ അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? രതീഷ്, ഇന്ന് രാവിലെ 11:50 കൂടിയാണ് SIT സംഘം ഇവിടെ മുൻ ശുചീകരണ തൊഴിലാളിയുമായി നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിന് അരികിലേക്ക് എത്തുന്നത്. എനിക്ക് തൊട്ടുപിറകിലായി കാണുന്ന ആ ഒരു മേഖലയിൽ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഈ ദൃക്സാക്ഷികളെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു മേഖല പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ്. ഒന്നാമത്തെ പോയിന്റ് ആയിട്ടാണ് ആ ഒരു മേഖലയെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. 1998 മുതൽ 2014 വരെ ഈ മുൻ ശുചീകരണ തൊഴിലാളി താമസിച്ചിരുന്ന വീടും പരിസരവുമാണ് അത് എന്നാണ് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ DIG അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം എത്തിയിരിക്കുന്നു. ഇനി ആ ഒരു മേഖലയിലേക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ് തുമ്പയും പിക്കാസും അടക്കമായി ഈ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ തൊഴിലാളികളുമായി നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ നിന്ന് മണ്ണ് നീക്കി കുഴിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മൃതദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ, പ്രധാനമായും തലയോട്ടിയോ അല്ലെങ്കിൽ അസ്ഥികളോ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ കണ്ടെത്തുകയാണെങ്കിൽ പിന്നീട് നടക്കാൻ പോകുന്നത് ശാസ്ത്രീയ പരിശോധനകളാകും. ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഇത്തരത്തിൽ കൃത്യമായ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ അത് ഇത്രയും നാളുകളായി കോടതിക്ക് മുൻപിൽ ഈ ദൃക്സാക്ഷി അല്ലെങ്കിൽ ഈ മുൻ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയെ ആ ഒരു വാദത്തെ ശരിവയ്ക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇവിടെ വലിയ തോതിൽ ഈ ഒരു പ്രദേശത്ത് പോലീസ് ബന്ദോബസ്തുണ്ട്. മുഴുവൻ പോയിന്റുകളിലും ആൻറ്റി നക്സൽ സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ നിറതോക്കുകളുമായി കാവൽ നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നേത്രാവതി പുഴയുടെ ഒരു വശത്തുള്ള കാടിൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട 12 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു മേഖലയിലെ ഇപ്പോൾ ഒന്നാമത്തെ മേഖലയിൽ കുഴിച്ചു നോക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിന് ശേഷം മറ്റു മേഖലകളിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ ഒഴുകുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇതൊരു ഭീകരമായ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ടുള്ള പരിശോധനയാണല്ലോ നടക്കുന്നത്. രാജ്യമാകെ നടുങ്ങിയ വെളിപ്പെടുത്തലായിരുന്നു. കാരണം 100-ലധികം പേർ കൊല്ലപ്പെട്ടു. അവരുടെ മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തു. അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയും ഉൾപ്പെടെ മൃതദേഹങ്ങളാണ് മറവ് ചെയ്തത്. ഇവർ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ ഇപ്പോൾ വിപുലമായൊരു അന്വേഷണമാണ് അവിടെ നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നുമുണ്ട്. ഇങ്ങനെ എത്രയിടങ്ങളിൽ പരിശോധന നടത്തേണ്ടി വരുമെന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ ഒരു തീരുമാനം. ഇപ്പോൾ പ്രധാനമായും ഇന്നലെ വൈകിട്ട് വരെ മാർക്ക് ചെയ്തത് 13 പോയിന്റുകളാണ്. 14ാമത്തെ പോയിന്റിനായി ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലുള്ള കവുങ്ങിൻ തോട്ടത്തിലേക്ക് കടന്നെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് അവിടെ നിന്ന് അന്വേഷണ സംഘത്തിന് മടങ്ങേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഈ 13 പോയിന്റുകൾ കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ പോയിന്റിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുഴിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നു. DIG അടക്കം ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് വലിയ എന്തോ ഒരു കണ്ടെത്തൽ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു സാധ്യത തന്നെയാണ്. അപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മറ്റുള്ള പോയിന്റുകളിലേക്കൊക്കെ പോവുക. അങ്ങനെ ഈ നേത്രാവതി സ്നാനഘട്ടത്തിൻ്റെ തൊട്ടരികിലുള്ള വനത്തിൽ നിന്നും ഉള്ളിലേക്ക് കയറി ഏറ്റവും ഒടുവിൽ നേത്രാവതി പുഴയ്ക്ക് കുറുകെയുള്ള ധർമ്മസ്ഥലയിലെ പാലം വരെയുള്ള 8ാമത്തെ പോയിന്റിലെത്തി അവസാനിപ്പിച്ച് അതിനുശേഷം സംസ്ഥാന പാതയുടെ ഇരുവശങ്ങളിലുമുള്ള മറ്റ് പോയിന്റുകളിലേക്ക് കടക്കും. അവിടെയാണ് 9, 10, 11 പോയിന്റുകളുള്ളത്. അതിനുശേഷം അല്പം മാറി സ്നാനഘട്ടത്തിൽ നിന്ന് അല്പം കിഴക്ക് മാറിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് ഈ ഒരു ട്രാൻസ്ഫോമറൊക്കെ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ട് അരികിലായിട്ടാണ് 13ാമത്തെ പോയിന്റുമുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഫോറൻസിക് സംഘം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മണ്ണ് പരിശോധിക്കാനും അതുപോലെ തന്നെ നരവംശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള അന്വേഷണവും കണ്ടെത്തലുകളും പരിശോധനകളും ഒക്കെ തന്നെയായിരിക്കും ഇവിടെ നടക്കുക വരും മണിക്കൂറുകളിൽ. രതീഷ്, ധർമ്മസ്ഥലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. രാജ്യത്തെ ആകെ ഞെട്ടിച്ച വെളിപ്പെടുത്തലായിരുന്നു ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. 100ഓളം സ്ത്രീകളെയും കുട്ടികളെയും നിർബന്ധപൂർവം തനിക്ക് അവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യേണ്ടി വന്നു എന്നതായിരുന്നു ആ വെളിപ്പെടുത്തലിന്റെ ഉള്ളടക്കം. സ്ത്രീകളും കുട്ടികളും ബലാത്സംഗത്തിന് ഇരയായി. അവരെ നേത്രാവതി കരയിലും സമീപത്തെ ഹൈവേയുടെ കരയിലും സമീപത്തെ ചില റോഡുകളുടെ വശങ്ങളിലും വനമേഖലകളിലും നിർബന്ധിതനായി മറവ് ചെയ്യാൻ എന്നതായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം
ഓരോ സ്ഥലങ്ങളിലും പരിശോധനകൾ നടത്തുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുണ്ട്. ഒരുപക്ഷെ രാജ്യം കണ്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു അന്വേഷണമാണ്, ആ വലിയ വെല്ലുവിളിയാണ് പുതിയ അന്വേഷണ സംഘം അവിടെ നേരിടുന്നത്. 1998 മുതൽ 2014 വരെ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ്. അതിനു മുൻപും ദുരൂഹ സാഹചര്യത്തിൽ ധർമ്മസ്ഥലയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി കുട്ടികളെയും സ്ത്രീകളെയും കാണാതായിട്ടുണ്ട്. അവരുടെ തിരോധാനത്തെക്കുറിച്ച് അന്ന് പരാതികളൊക്കെ വന്നെങ്കിലും എല്ലാ കേസുകളും തെളിവില്ലാതെ അവസാനിപ്പിക്കപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 98 മുതൽ 2014 വരെയുള്ള കേസുകൾ അന്വേഷിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. അതിനുവേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പ്രത്യേകമായി ഓഫീസ് തയ്യാറാക്കി അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബെൽത്തങ്കടിയിലെ ഓഫീസ് SITയുടെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ലാൻഡ് റെക്കോർഡ്സ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബെൽത്തങ്കടിയിലെ ക്യാമ്പ് ഓഫീസിലെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവരം കൈമാറിയിരുന്നു. ഈ ശുചീകരണ തൊഴിലാളിയിൽ നിന്നും വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് പരിശോധന നടക്കുന്നത്. സാരംഗ് സുരേഷാണ് ധർമ്മസ്ഥലയിലുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാരംഗ്, വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്, ശ്രമകരമായ അന്തരീക്ഷമാണ്, ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു അന്വേഷണമാണ്. ഫോറൻസിക് തെളിവുകൾ വളരെ പ്രധാനമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ ഫോറൻസിക് വിദഗ്ധരുൾപ്പെടെ പ്രധാനപ്പെട്ട ആരൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുള്ളത്? അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട്, പ്രാഥമികമായ ഘട്ടമാണെങ്കിലും പുരോഗതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ അവർ? പോലീസിന്റെ ഭാഗത്തു നിന്നോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നോ നിലവിൽ അത്തരത്തിലൊരു ഔദ്യോഗികമായ ഒരു അറിയിപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശദീകരണമൊന്നും തന്നെ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെയും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ വിവിധ വകുപ്പുകളുടെ സംയോജനത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഒരു തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, ഫോറൻസിക് വിദഗ്ധരുണ്ട്. അത്തരത്തിലുള്ള വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഒരേ മനസ്സോടു കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് അവിടെ ആ ഒരു തെരച്ചിൽ നടത്തുന്നത്. എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ വശങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ്. ഇനി ഏതെങ്കിലും തരത്തിലൊരു നേരത്തെ കോടതിയിൽ ഈ ശുചീകരണ തൊഴിലാളി ഹാജരാക്കിയിരുന്ന ഒരു അസ്ഥികൂടമുണ്ട്, അതിനകത്തുള്ള മണ്ണിൻ്റെ സാമ്പിൾ അടക്കം പരിശോധിച്ച് സമാനമായ മണ്ണിൻ്റെ ഘടന തന്നെയാണ് ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നടക്കമുള്ള കാര്യത്തിൽ ഇനിയൊരു വ്യക്തത വരേണ്ടതായുണ്ട്. അത്തരത്തിലുള്ള പരിശോധനയ്ക്കുള്ള മുഴുവൻ അനുമതികളും ഇപ്പോൾ സർക്കാരിൻ്റെയും കോടതിയുടെയും ഭാഗത്ത് നിന്ന് വാങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്ക് SIT കടന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. കാരണം അത്രത്തോളം വലിയ നാടിന് നടക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേവലം 13 പോയിന്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപക്ഷെ ഇത്തരം ആ ഒരു പോയിന്റുകളിൽ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിടപ്പെടുകയോ അല്ലെങ്കിൽ ദഹിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ 13 ഇടങ്ങളിൽ കൃത്യമായി തിരച്ചിൽ നടത്തി ഇവിടെ കുഴിച്ച് നടത്തുന്ന പരിശോധനകളിൽ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ പ്രധാനമായും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ അവിടെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ കൂടുതൽ പോയിന്റുകളിലേക്ക് അന്വേഷണം നീളുകയുള്ളൂ. രതീഷ്, ശരി. പ്രദേശം കുഴിച്ച് നേത്രാവതി കരയിലെ നേരത്തെ മാർക്ക് ചെയ്ത ഇടങ്ങളും ഒപ്പം സമീപത്തെ വനമേഖലയിലും ഹൈവേയോട് ചേർന്നുമൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നതാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഈ സ്ഥലങ്ങൾ ഓരോന്നായി കണ്ടെത്തി മാർക്ക് ചെയ്ത് കുഴിച്ച് അവശിഷ്ടങ്ങൾ കിട്ടുമോ, തെളിവ് കിട്ടുമോ എന്നത് അതിന്റെ ശ്രമകരമായ ദൗത്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. ധർമ്മസ്ഥലയിൽ നിന്നാണ് സാരംഗ് സുരേഷ് തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും പങ്കുവച്ചത്.